SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അന്വേഷണം റദ്ദാക്കണമെന്ന തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് പ്രധാന വാദം. കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അന്വേഷണത്തിന് ഉത്തരവിടാനിടയായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ് ചേർന്നുണ്ട്. വിനോദ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് ഇത്തരത്തിലൊരു ഹർജി നൽകുന്നത്. ഒരുപക്ഷെ മുൻപ് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര അന്വേഷണത്തിനെ ഭയക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാവുകയല്ലേ? വിഷ്ണു, തീർച്ചയായിട്ടും നമുക്കറിയാം, എക്സാലോജിക്കിന് എതിരെയുള്ള അന്വേഷണമാണ് ഇനി SFIO നടത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് എക്സാലോജിക്ക് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഇന്നലെ തന്നെ അവർ ഒരു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ അന്വേഷണം, SFIO നടത്തുന്ന അന്വേഷണം റദ്ദാക്കണം, അതേപോലെ തന്നെ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട ഉള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. എക്സാലോജിക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഡാറ്റാ ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ പുറത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ മരണപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് എല്ലാം മാസപ്പടി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതേപ്പറ്റിയുള്ള വിശദമായ അന്വേഷണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SFIO ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെല്ലാം വിശദമായ പരിശോധന SFIO നടത്തിയിരുന്നു. അതിനു മുമ്പ് അവർ പരിശോധന നടത്തിയത് CMRലുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലാണ്. നമുക്കറിയാം, KSIDCയുടെ പ്രധാനപ്പെട്ട ഓഹരി പങ്കാളികളാണ് CMRL. അതുകൊണ്ട് CMRLന്റെ ഓഫീസിലും കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നു. അതിൻ്റെ തുടർ നടപടി എന്നോണം എക്സാലോജിക്കിലേക്ക് അന്വേഷണം നീളും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് അത് ഭയപ്പെട്ടാണ് എക്സാലോജിക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള ആ കമ്പനി SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ ഹർജി നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം KSIDC, അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒരു കോർപ്പറേഷനാണ്. അവർ ഇത്തരത്തിലുള്ള അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സമാന നിലയിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി പോയിരുന്നു. പക്ഷേ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഹർജി തള്ളിക്കളഞ്ഞു. SFIOയുടെ അന്വേഷണത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് KSIDCയുടെ സ്ഥാപനങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളിലുമെല്ലാം വിശദമായ പരിശോധന SFIO നടത്തിയത്. അപ്പോൾ ഇനിയും പരിശോധന നടത്തേണ്ടത് എക്സാലോജിക്കിൻ്റെ ഓഫീസിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സാലോജിക്ക് മേൽവിലാസമായി കൊടുത്തിട്ടുള്ളത് AKG സെന്ററാണ്. അപ്പോൾ സ്വാഭാവികമായും SFIOയുടെ അന്വേഷണം AKG സെന്ററിലേക്ക് നീങ്ങും. AKG സെന്ററിൽ മാത്രമല്ല, മാസപ്പടി വാങ്ങിയ വ്യക്തി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും, അതായത് AKG സെന്റർ മാത്രമല്ല ക്ലിഫ് ഹൗസിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യത വളരെ കൈയകലത്തിലായിരുന്നു വന്നു നിൽക്കുന്നത്. ഈ കാലത്താണ് എക്സാലോജിക്ക് വളരെ പെട്ടെന്ന് കർണാടക ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി പോകുന്നത്. കർണാടകയിലേക്ക് പോകാൻ കാര്യം, എക്സാലോജിക്കിൻ്റെ ആസ്ഥാനം അവർ കർണാടക ആണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീടാണ് ആ മേൽവിലാസം തന്നെ അവർ മാറ്റുന്നത്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത സമയത്ത് അവർ നൽകിയ മേൽവിലാസം തിരുവനന്തപുരത്തെ AKG സെന്ററും കൂടെ ചേർത്തുള്ള ഒരു മേൽവിലാസമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കർണാടക ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഹർജി കൊടുത്തിട്ടുള്ളത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം, സ്റ്റേ ചെയ്യണം, അന്വേഷണം നടത്താനുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് വെളിപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കോടതി ആ കേസ് പരിഗണിക്കുമ്പോഴേ ആ കേസിൻ്റെ സ്വഭാവം മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ ഈ കേസ് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ നിയമവിദഗ്ധരിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളിലേക്കും AKG സെന്ററിലേക്കും ക്ലിഫ് ഹൗസിലേക്കും നീളുമോ, അങ്ങോട്ടേക്ക് വഴിതിരിയുമോ എന്ന് CPM നേതാക്കൾ ഭയപ്പെടുന്നു. അതിൻ്റെ ഭാഗമാണ് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഈ ഹർജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണു, വിനോദ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ കർണാടക ഹൈക്കോടതി ഇന്ന് ലിസ്റ്റ് ചെയ്ത ഈ ഇത്തരത്തിലുള്ള ഹർജികളുടെ കൂട്ടത്തിൽ ഈ എക്സാലോജിക്ക് നൽകിയ ഹർജി ഉൾപ്പെട്ടിട്ടില്ല
എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ തിങ്കളാഴ്ച ഈ ഒരു ഹർജി പരിഗണിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം ഈ ഒരു അതായത് LDFന്റെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നൊക്കെ ആദ്യമുണ്ടായ പ്രതികരണങ്ങൾ ഏത് അന്വേഷണത്തിനെയും നേരിടാൻ തയ്യാറാണെന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എക്സാലോജിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെയും അത്തരത്തിൽ അന്വേഷണത്തെ ഭയക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉറപ്പിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നുണ്ട്. ചില അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള സൂചനകൾ കൂടി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ആദ്യഘട്ടത്തിലൊക്കെ SFIO അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടി നേതാവായിട്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ, അതേപോലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ അടക്കമുള്ളവർ വളരെ ശക്തമായ പ്രതിരോധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ അന്വേഷണമൊക്കെ രാഷ്ട്രീയ തട്ടിപ്പിന്റെ ഭാഗമാണ്. BJP CPMനെ ഇത്തരത്തിൽ അന്വേഷണത്തിലൂടെ ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായി നടന്ന അന്വേഷണം, അതേപോലെ തന്നെ കോൺഗ്രസിലെ ചില ദേശീയ നേതാക്കൾക്കെതിരായി നടന്ന അന്വേഷണം ഒക്കെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു, അവർ BJPക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി മറുപടി പറയാൻ തയ്യാറല്ല. കാരണം ഇന്നലെ ഡൽഹിയിൽ വെച്ചൊക്കെ തന്നെ MV ഗോവിന്ദനും അതേപോലെ തന്നെ AK ബാലനുമൊക്കെ ഈ അന്വേഷണത്തെ പറ്റി അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ പറ്റി ഒക്കെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അതൊക്കെ കമ്പനിയുടെ സ്വകാര്യ കാര്യമാണല്ലോ എന്നുള്ള തരത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും അതേപോലെ തന്നെ സംസ്ഥാന CPM സെക്രട്ടേറിയറ്റും ഒക്കെ തന്നെ കൂടുന്നുണ്ട്. പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ വിഷയത്തെ എങ്ങനെ മറികടക്കാം, എക്സാലോജിക്ക് അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളെ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ ഒക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യവും കൂടി പാർട്ടി നേതൃത്വം അതും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് അവർ അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല. അതൊക്കെ കമ്പനിയുടെ കാര്യമാണ്, അന്വേഷണമൊക്കെ നടക്കട്ടെ എന്നുള്ള മറുപടിയാണ് പറയുന്നത്. പക്ഷേ എക്സാലോജിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം SFIO പോലുള്ള ഒരു അന്വേഷണ ഏജൻസി നാളിതുവരെയായി കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാലോജിക്കിന്റെ ഉടമ എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ്. സ്വാഭാവികമായും ഈ കേസ് മുഖ്യമന്ത്രിയിലേക്കാണ് നീളുന്നത്. അങ്ങനെ എല്ലാ കാലത്തും മറുപടി പറഞ്ഞു പോകാവുന്ന ഒരു കാലവുമല്ല ഇത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ തവണ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ സീറ്റ് മാത്രമാണ്, ആലപ്പുഴ സീറ്റ് മാത്രമാണ് പാർട്ടിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ലോക്സഭയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന MPമാർ മാത്രമാണ് ഉള്ളത്. ഇത്തവണയെങ്കിലും കേരളത്തിൽ നിന്ന് കൂടുതൽ MPമാരെ ജയിപ്പിച്ച് നിലവിലുള്ള സാഹചര്യം മറികടക്കാൻ ഉള്ള ആലോചനയൊക്കെ പാർട്ടി ദേശീയ നേതൃത്വം ഒക്കെ കൈക്കൊള്ളുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള വലിയൊരു വൈതരണിയിലേക്ക് പാർട്ടി ചെന്ന് വീഴുന്നത്. വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി തന്നെ ആരോപണ വിധേയനാകുന്നു, മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടിയാകും എന്ന് CPM ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇതെല്ലാം BJPയുടെ രാഷ്ട്രീയ നീക്കം എന്ന് പറഞ്ഞ് തടയിടാൻ ഇവർ ശ്രമിക്കുന്നത്. വിഷ്ണു, വിനോദ, അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ എക്സാലോജിക്കിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട അന്വേഷണവും റെയ്ഡുമാണ് SFIO നടത്തിയത്. ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം കൃത്യമായ തെളിവ് ശേഖരണം ഒരു വശത്ത് നടക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ളൊരു നടപടികളിലേക്ക് SFIO കടക്കുമെന്നല്ലേ നമുക്ക് കരുതേണ്ടത്? സ്വാഭാവികമായും അതിലേക്കൊക്കെ തന്നെ പോകും. കാരണം ഈ എക്സാലോജിക്കിന് എതിരെ നടക്കുന്ന അന്വേഷണം അവസാനം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ നേരെ തന്നെയാണ്. അവരെ ചോദ്യം ചെയ്തേ മതിയാകുകയുള്ളൂ, എങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. മാത്രമല്ല, ഇത് നിയമസഭയിൽ പോലും ചർച്ച ചെയ്ത വിഷയമാണ്. മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ബജറ്റ് സമ്മേളനം നടക്കുന്നതിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞത്, തൻ്റെ മകൾ കമ്പനി തുടങ്ങിയത് എൻ്റെ ഭാര്യ സ്കൂൾ അധ്യാപികയായിരുന്നു, അവർ വിരമിച്ച സമയത്ത് കിട്ടിയ തുക മകൾക്കെടുത്ത് കൊടുത്തു, ആ പണം കൊണ്ടാണ് തൻ്റെ മകൾ ഒരു കമ്പനി തുടങ്ങിയത് എന്നൊക്കെ വളരെ നാടകീയമായി അദ്ദേഹം നിയമസഭയിൽ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയിലും ഒക്കെ തന്നെ ഹർജി സമർപ്പിച്ചിട്ടുള്ള PC ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞത്, ഈ തുക എവിടെ നിന്ന് കിട്ടിയെന്ന്
കൃത്യമായി പറയാൻ തയ്യാറാവണം. കാരണം അവർ നൽകിയ സത്യവാങ്മൂലത്തിൽ, ഈ എക്സാലോജിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ അവർ എത്ര രൂപ, അതായത് 1,70,000-ഓളം രൂപ കമ്പനി തുടങ്ങാൻ വേണ്ടി അടച്ച പണത്തിൻ്റെ രസീത് അടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ പണത്തിൻ്റെ സോഴ്സ്, ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ കൃത്യമായി പറയാൻ കഴിയണം. ഇത് പെൻഷൻ കാശാണോ, അല്ലെങ്കിൽ പെൻഷൻ ആകുമ്പോൾ ഇത്രയും തുക കിട്ടുമോ, ആ തുക മാത്രമാണോ മകളുടെ കമ്പനിക്ക് നൽകിയത്, ഏത് ബാങ്കിൽ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഷോൺ ജോർജും രംഗത്ത് വന്നിരുന്നു. എന്തായാലും നിരവധി സംശയങ്ങളുണ്ട് എക്സാലോജിക്കിനെ സംബന്ധിച്ച്. ഇത് SFIയുടെ അന്വേഷണം ഇതിന്മേലൊക്കെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ വിജയന് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. മുഖ്യമന്ത്രിയുടെ മകളെ ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. അത് തടയാനുള്ള വഴികളാണ് കർണാടക ഹൈക്കോടതി വഴി എക്സാലോജിക്കും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയൊക്കെ ശ്രമിക്കുന്നത്. വിഷ്ണു.